വെൽക്കം ഓൾ. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സീക്വൻസ് ആൻഡ് ആൾജിബ്ര, അതായത് സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന ചാപ്റ്റർ 20 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് കവർ ചെയ്യാൻ പോവാണ്, പ്രോബ്ലംസ് ചെയ്യാണ്. എല്ലാവരും റെഡി അല്ലേ? യെസ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, അതിലെ കോൺസെപ്റ്റുകൾ, അതിലെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യാൻ പോവാണടാ. നോക്കിക്കേ, എന്തൊക്കെയാണ് അതിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒരു സീക്വൻസിന്റെ ആൾജിബ്ര കാണാൻ പഠിച്ചു അല്ലേ? എന്തായിരുന്നു, നമ്മളെ കയ്യിൽ ഒരു സീക്വൻസ് ഉണ്ട്, 2 5 8 ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഇവിടെ കോമൺ ഡിഫറൻസ് എന്തായിരുന്നു? ഇവിടെ ഡി എന്ന് പറയുന്നത് ആരാണ്? 3 ആണ്. 3 കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവിടെ എഫ് എന്ന് പറയുന്നത് ആരാ? 2 ആ. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്ര, ബീജഗണിത രൂപം അല്ലെങ്കിൽ പൊതുരൂപം, nth ടേം അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? xn is equal to dn plus f minus d അല്ലേ? എന്താണ് ചെയ്യേണ്ടത്? xn is equal to dn plus f minus d. ഇവിടെ d ആരാന്ന് പറഞ്ഞേ? 3 അല്ലേ? 3n plus f minus d എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 minus 3 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടുന്നത്? 3n minus 1. അതായത് ഈ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth ടേം, n-ആം പദം, ആൾജിബ്ര, ബീജഗണിത രൂപം, ജനറൽ ഫോം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? xn is equal to എന്താണ്? 3n minus 1 ആണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? എന്താണ് നമ്മുടെ ആൾജിബ്ര എന്ന് പറയുന്നത്? ഇനി xn is equal to an plus b ഫോമിലാണ് വരുന്നതെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മളുടെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആരാണ്? a plus b ആണ്. അതായത് an plus b ഫോമിലാണ് നമ്മുടെ ജനറൽ ഫോം എങ്കിൽ അവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആരാ? n കൂടുള്ള ആളെയും n കൂടല്ലാത്ത ആളെയും തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇനി ഇവിടുന്ന് കോമൺ ഡിഫറൻസും കിട്ടൂലേ? കോമൺ ഡിഫറൻസ് എത്രയാ? a ആണ്. അതായത് n കൂടുള്ള ആളാണ് ആര് എന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ xn is equal to 3n plus 2 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ f എന്ന് പറയുന്നത് ആരാ? n കൂടുള്ള ആളും n കൂടല്ലാത്ത ആളെയും തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 plus 2 equal to 5. ഓക്കെ ആണോ? ഇനിയോ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ആരാ? 3, n-ന്റെ കൂടെ ഉള്ള ആളാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ആൾജിബ്രയും അതുപോലെ തന്നെ എന്തും, ആൾജിബ്ര അതുപോലെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കാണാനുള്ളത്. ഇനി നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? അതായത് നമ്പർ ഓഫ് ടേംസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന് നമ്പർ ഓഫ് ടേംസ് എത്ര ടേമുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നടാ? n is equal to xn minus x1 divided by d plus 1 അല്ലേ? ഈ xn എന്ന് പറയുന്നത് ആരാ? ലാസ്റ്റ് ടേം. ആ സീക്വൻസിലുള്ള ലാസ്റ്റ് ടേം ആണ് ആര്? xn എന്ന് പറയുന്നത്. ഇനി x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ഫസ്റ്റ് ടേം ആണ്. കോമൺ ഡിഫറൻസ് നമുക്കറിയില്ലേ? ഇതാ പൊതുവ്യത്യാസം പ്ലസ് 1. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് ടേംസ്. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിച്ചൂടെ? ഇനി അടുത്ത കാര്യം എന്താണ് നമ്മൾ പഠിച്ചത്? സം ഓഫ് ടേംസ് ആണ്. കുറച്ച് സ്പെഷ്യൽ ആൾക്കാരുടെ സമ്മിന്റെ ഫോർമുല പഠിക്കുന്നുണ്ട്. ആദ്യം പഠിക്കുന്നത് എന്തായിരുന്നു? നമ്മളുടെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആരാ? 1 plus 2 ഇങ്ങനെ പോകുന്ന n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എങ്ങനെയായിരുന്നടാ കണ്ടിരുന്നത്? സം is equal to n into n plus 1/2 ആണ്. ഓർക്കുന്നില്ലേ? യെസ്. അതായത് ആദ്യത്തെ n സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? n into n plus 1/2. ഇനി അടുത്തത് പറഞ്ഞേ, ഈവൺ നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യകളാണ്. അതായത് ആദ്യത്തെ ഇരട്ട സംഖ്യകൾ, n ഇരട്ട സംഖ്യകൾ, ഫസ്റ്റ് n ഈവൺ നമ്പേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞേ? സം is equal to n into n plus 1 ആണ്. എന്താണ്? n into n plus 1. ഈവൺ നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെന്തായാലും പറയണം, ഓഡ് നമ്പർ പറയണ്ടേ? 1 plus 3 plus 5 plus ഇങ്ങനെ പോകുന്ന ഫസ്റ്റ് ഓഡ് നമ്പേഴ്സ്, n ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എന്താണെടാ? n² ആണ്. ഇത്രയും കാര്യം എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ ടൈപ്പ് ആൾക്കാരുടെ സം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആരെ പഠിക്കുന്നുണ്ട്? ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെയും സം ഓഫ് ടേംസ് കാണാനുള്ള ഇക്വേഷൻ ആണെന്ത്? Sn is equal to n/2 into xn plus x1. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ നമ്പർ ഓഫ് ടേംസ് തന്നിട്ടുണ്ട്, ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. Sn is equal to n/2 into xn plus x1. ഇനി നമ്മളോട് സമ്മിന്റെ ആൾജിബ്ര ചോദിക്കുകയാണ്, തുകയുടെ ബീജഗണിത രൂപം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആര് ഉപയോഗിച്ചാൽ മതി? ഈ Sn is equal to n/2 into xn plus x1 ഉപയോഗിച്ചാൽ മതി. സംശയമുള്ള ആൾക്കാർക്ക് ഇതാ നേരത്തെ നമ്മൾ എഴുതിയ അതേ സീക്വൻസ് എഴുതുന്നു, 2 5 8. ഇവിടെ നമ്മൾ കുറച്ച്
ടേമുകളുടെ എന്ത് കണ്ടുപിടിക്കണം? സമ്മ് കണ്ടുപിടിക്കണം. n ടേമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക? Sn is equal to n/2 into xn നമ്മളിവിടെ കണ്ടുപിടിക്കണ്ടേ? ഇവിടെ നമുക്ക് nth ടേം അറിയാവോ? ഇല്ല. അതായത് സമ്മിന്റെ ഓൾജിബ്ര എന്ന് പറയുമ്പോൾ അവിടെ n എന്ത് കൊടുക്കില്ല? വാല്യൂ കൊടുക്കില്ല. എത്ര ടേമുകളുടെ സമ്മാണ് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അത്ര ആ എണ്ണം അല്ലെങ്കിൽ ആ കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ xn എന്താ വരിക എന്ന് പറഞ്ഞേ? dn പ്ലസ് എഫ് മൈനസ് ഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിക്ക് പകരം എന്താ? 3n പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറയുമ്പോൾ എന്ത് വരും? -1. അപ്പോൾ നമ്മൾ xn സ്ഥാനത്ത് എന്ത് കൊടുത്തു? 3n മൈനസ് 1 പ്ലസ് 2 എന്ന് കൊടുത്തില്ലേ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ n/2 ഇൻറ്റു 3n എഴുതി. -1 പ്ലസ് 2 എന്താണ്? +1 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഈ 2 എന്ന് പറയുന്നത് 3n ഡിവൈഡ് ചെയ്യണം, 1 ഡിവൈഡ് ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? n ഇൻറ്റു 3n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടൂലേ? n ഉള്ളിലോട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3n² പ്ലസ് n ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്മളുടെ ഈ സീക്വൻസ് 258 എന്ന് പറഞ്ഞ സീക്വൻസിന്റെ സമ്മിന്റെ ഓൾജിബ്ര എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കാര്യം കൂടി, ജസ്റ്റ് ഒരു ടോപ്പിക്, ഒരു പോയിന്റ് കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്യാം. അതായത് നമ്മളുടെ സീക്വൻസിന്റെ സമ്മിന്റെ ഓൾജിബ്ര pn² പ്ലസ് qn ഫോമിലാണ് തന്നതെങ്കിൽ ഈ ഒരു ഫോം നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും അവിടുത്തെ? അപ്പോൾ നമ്മളുടെ സമ്മിന്റെ ഓൾജിബ്ര pn² പ്ലസ് qn ആണെങ്കിൽ ഇത് നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാം. എത്രയാടാ? എങ്ങനെയാണ് നമ്മൾ അത് കണ്ടുപിടിക്കുക? യെസ്, നമ്മളുടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2p ആണ്. അതായത് n² കൂടെയുള്ള ആളെ കോയിഫിഷ്യന്റിനെ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? p പ്ലസ് q ആണ്. അതായത് നമ്മളുടെ സമ്മിന്റെ ഓൾജിബ്ര 3n² പ്ലസ് 2n ആണ് തന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? 2p. n² കൂടെയുള്ള ആൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 × 3 = 6 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് ടേം കാണാൻ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ p-നെയും q-നെയും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. n² കൂടെയുള്ള ആളെയും n കൂടെയുള്ള ആളെയും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എത്ര കിട്ടുക? 3 + 2 = 5. ഇത്രയും ഇക്വേഷൻസ് നമുക്ക് നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലംസ് ചെയ്യാൻ പറ്റൂലേ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പ്രോബ്ലം നോക്കിക്കടാ. ഒന്നാമത്തെ പ്രോബ്ലം ഇതാ, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn is equal to 3n പ്ലസ് ആണ്. അങ്ങനെയാണെങ്കിൽ പൊതുവ്യത്യാസം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസം കണ്ടുപിടിക്കണ്ടേ? പറഞ്ഞേ xn is equal to 3n plus 1 ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? എങ്ങനെയാ കണ്ടുപിടിക്കുക? യെസ്, നമുക്കറിയാം xn is equal to an plus b ഫോമിലാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? a ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? 3 അല്ലേ? സിമ്പിൾ അല്ലേ? അതായത് n-ന്റെ കൂടെ ഉള്ള ആളാണ് ആര് എന്ന് പറയുന്നത്? നമ്മുടെ കോമൺ ഡിഫറൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ആൾജിബ്രായിക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5n plus 2. വാട്ട് ഈസ് ഇറ്റ് ഫസ്റ്റ് ടേം? അതായത് xn എന്ന് പറയുന്നത് എന്താണ്? 5n plus 2 ആണ്. നമ്മൾ ആരെ കണ്ടുപിടിക്കണം? ഇവിടെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് xn is equal to an plus b ആണെങ്കിൽ ഇവിടെ x1 ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആരാ? a plus b ആ. ഇവിടെ xn is equal to 5n plus 2 ആണെങ്കിൽ x1 എന്ന് പറയുന്നത് ആരാ? 5 plus 2 equal to എന്താണ്? 7 ആണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ? ദ സിക്സ്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 27 ആൻഡ് ദ 16th ടേം ഈസ് 67. സോറി, ദ സിക്സ്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 27 ആൻഡ് ദ 16th ടേം ഈസ് 67. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്. റൈറ്റ് ദ ഫസ്റ്റ് ടേം, റൈറ്റ് ഇറ്റ്സ് ആൾജിബ്രായിക് ഫോം. ഫൈൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് 31 ടേം ഓഫ് ദ സീക്വൻസ്. ഇതിൽ അരിത്തമെറ്റിക് സീക്വൻസിന്റെ പോർഷനും വന്നു, അതുപോലെ തന്നെ സീക്വൻസ് ആൻഡ് ആൾജിബ്രയിലുള്ള പാർട്ടും വന്നു. ഒന്ന് ചെയ്ത് നോക്കിയാലോ? എന്തൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ? നമുക്ക് x6 തന്നിട്ടില്ലേ? എത്രയാ? 27 അല്ലേ? ഇനി പറഞ്ഞ അടുത്തത് എന്താ? x16 തന്നിട്ടില്ലേ? 67. നമ്മളോട് ആദ്യം പറഞ്ഞത് എന്താ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിഞ്ഞൂടെ? എങ്ങനെയാ? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം ഹരിക്കണം സ്ഥാന വ്യത്യാസം. 67 - 27 ഡിവൈഡഡ് ബൈ എന്ത് വന്നു? 16 - 6 എന്ത് കിട്ടും? 40 ഡിവൈഡഡ് ബൈ 10. എത്രയാ കോമൺ ഡിഫറൻസ്?
4 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം കാണണ്ടേ, x1 കാണണ്ടേ. അങ്ങനെയാണെങ്കിൽ x6 അറിയല്ലേ, ഇനിയിപ്പം x16 വെച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല. x6ന്ന് എത്ര കോമൺ ഡിഫറൻസ് കുറയ്ക്കണം? 5 കോമൺ ഡിഫറൻസ് കുറയ്ക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? 27 മൈനസ് 5 ഇൻറ്റു 4 നമുക്ക് എന്ത് കിട്ടി? 27 മൈനസ് 20 ഈക്വൽ ടു എന്തെന്ന് കിട്ടിയിട്ടുണ്ട്? 7 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി ഈ സീക്വൻസിന്റെ എന്ത് കണ്ടുപിടിക്കണം? ആൾജിബ്രായിക് ഫോം. ആൾജിബ്രായിക് ഫോം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ആൾജിബ്രായിക് ഫോം എന്ന് ചോദിക്കാം, nth ടേം എന്ന് ചോദിക്കാം, x എന്ന് ചോദിക്കാം, ജനറൽ ഫോം എന്ന് ചോദിക്കാം. അതായത് എന്നാം പദം എന്ന് ചോദിക്കാൻ വേണമെങ്കിൽ ബീജഗണിത രൂപം എന്ന് ചോദിക്കാം, പൊതുരൂപം എന്ന് വേണമെങ്കിലും ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ x എന്ന് കാണാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതണ്ടേ. എന്താ? dn പ്ലസ് എഫ് മൈനസ് ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡി എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? 4n ആണ്. പ്ലസ് എഫ് മൈനസ് ഡി, എഫ് എന്ന് പറയുന്നത് ആരായിരുന്നു? 7 മൈനസ് 4 അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടുന്നത്? 4n പ്ലസ് 3 ആണ് ആര് എന്ന് പറയുന്നത്? ഈ തന്നിരിക്കുന്ന സീക്വൻസിന്റെ xn എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഇതിലൊരു ക്വസ്റ്റ്യനും കൂടിയില്ലേ. എന്തായിരുന്നു? ഈ തന്നിരിക്കുന്ന സീക്വൻസേ അതിലുള്ള 31 ടേംസിന്റെ എന്ത് കാണണം? സമ്മ് കാണണം. അങ്ങനെയാണെങ്കിൽ എസ് നമ്മളുടെ സം ഓഫ് ടേംസ് കാണാൻ ഇക്വേഷൻ എന്താ? n/2 ഇൻറ്റു xn പ്ലസ് x1 അല്ലേ? അല്ലേടാ? ആണ്. എന്നിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ഇവിടെ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? 31 ഡിവൈഡഡ് ബൈ 2. ഇനി ആരെ കാണാനുണ്ട്? x31നെ കാണണ്ടേ. പ്ലസ് x1 അറിയാം, n അറിയായിരുന്നു. ഇനി ആര് നമ്മൾ കാണണം? x31 കാണണം. x31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? x1 പ്ലസ് 30d അല്ലേ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, x1 എന്ന് പറയുന്നത് ആരാണ്? 7 ആണ്. 7 പ്ലസ് 30 ഇൻറ്റു എന്ത് വരും? കോമൺ ഡിഫറൻസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത്? യെസ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 7 പ്ലസ് 30 ഇൻറ്റു 4 120. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 127. ഇനി നേരെ ഇക്വേഷനിൽ കൊടുത്താൽ പോരെ. യെസ് എസ് 31 ഈക്വൽ ടു 31 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 127 പ്ലസ് ആരുണ്ട്? നമ്മുടെ x1 എന്ന് പറയുന്നത് എത്രയായിരുന്നു? 7 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 31 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 127 പ്ലസ് 7 134. ഇതെന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് എന്താ കിട്ടുക? 31 ഇൻറ്റു 134ൻ്റെ പകുതി എത്രയാണ്? 67 ആണ്. ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ. 31 ഇൻറ്റു 67, ഒരു 7 7 3 7 21 6 1 6 3 6 18. എത്ര കിട്ടും നമുക്ക്? യെസ് 7 10. യെസ്, ഉത്തരം എത്രയാണ്? 2777 ആണ്. അതായത് ഈ തന്നിരിക്കുന്ന സീക്വൻസിന്റെ 31 ടേമുകളുടെ സമ്മ് എന്ന് പറയുന്നത് എത്രയാ? 2077 ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ? ദ സം ഓഫ് ദി ഫസ്റ്റ് n ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 3n² പ്ലസ് 2n. എന്താണ്? നമ്മൾ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ ആൾജിബ്ര എന്ന് പറയുന്നത് എന്താണ്? Sn is equal to 3n² പ്ലസ് 2n ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? റൈറ്റ് ദി ഫസ്റ്റ് ടേം, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 2 ടേം, അതുപോലെ തന്നെ ഫൈൻഡ് ദി nth ടേം ഓഫ് ദ സീക്വൻസ്. അതായത് നമ്മളുടെ ഒന്നാം പദം കണ്ടുപിടിക്കണം, അതുപോലെ 2 ടേമുകളുടെ തുക കണ്ടുപിടിക്കണം. അടുത്തതോ നമ്മളുടെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth പദം, എന്നാം പദം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതായത് നമ്മളുടെ ആൾജിബ്ര കണ്ടുപിടിക്കണം. പറഞ്ഞേ, ഇവിടെ Sn is equal to ഏത് ഫോമിലാണ് ഉള്ളത്? Sn is equal to pn² പ്ലസ് qn ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് നമ്മളുടെ ഡി യു എഫ് ഒക്കെ? എഫ് എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ ആ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, ആരാ എഫ്? 3 പ്ലസ് 2 ഈക്വൽ ടു 5. ഇനി ഡി എന്ന് പറയുന്നത് ആരാ? 2 ഇൻറ്റു പി അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 2 ഇൻറ്റു 3 ഈക്വൽ ടു 6. ഇത്രയും കാര്യം കിട്ടില്ലേ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആരാ? 5 ആണ്. ഇനി എന്ത് ചെയ്യണം? വാട്ട് ഈസ് ദ സം ഓഫ് ദി ഫസ്റ്റ് 2 ടേം? ഇത് n ടേമുകളുടെ സമ്മാണ് 3n² പ്ലസ് 2n എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എസ് 2 ആൾക്കാർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതായത് സമ്മിന്റെ ആൾജിബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്നിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് കിട്ടും? 2 ടേമിൻ്റെതാണെങ്കിൽ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് കിട്ടും? 2 ടേമുകളുടെ സമ്മ് കിട്ടും. 10 ആണെങ്കിലോ 10 ടേമുകളുടെ സമ്മ് കിട്ടും. ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. അപ്പൊ 3 ഇൻറ്റു 2² പ്ലസ് 2 ഇൻറ്റു 2 അല്ലേ വരിക? അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ, 3 ഇൻറ്റു 4 പ്ലസ് 4 ആണ് വരിക. എത്ര ഉത്തരം കിട്ടുന്നത്? 12 പ്ലസ് 4 is equal to 16 അല്ലെ. 3 4 12 പ്ലസ് 4 ഈക്വൽ ടു 16.
ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? ഫൈൻഡ് ദി nth ടേം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾജിബ്ര എന്ന് ചോദിച്ചാലും nth ടേം എന്ന് ചോദിച്ചാലും ഇനിയിപ്പോൾ ബീജഗണിത രൂപം എന്നാ പദം എന്നൊക്കെ ചോദിച്ചാലും നമ്മൾ എന്ത് എഴുതി വെക്കുക? xn is equal to dn plus f minus d എന്ന് കൊടുക്കുക. ഇവിടെ d ആരാ? കോമൺ ഡിഫറൻസ് എത്രയാണ് കണ്ടുപിടിച്ച് വെച്ചത്? 6 ആണ്. കൊടുക്കുന്നു 6n പ്ലസ് എഫിന് പകരം ആരെ കൊടുക്കടാ? 5 കൊടുക്കുന്നു. ഇനി എന്തുണ്ട്? മൈനസ് ഡി ഉണ്ട്. വീണ്ടും 6 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 6n 5 മൈനസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? -1 ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സീക്വൻസിന്റെ അതായത് സമ്മിന്റെ ഓൾജിബ്ര 3n² + 2n ആയ സീക്വൻസിന്റെ nth ടേം ബീജഗണിത രൂപം എന്നാ പദം ഓൾജിബ്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? 6n - 1 ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ്? Consider the sequence of all 3-digit number which are multiple of 7. Find the first and last term of the sequence. How many terms are there in the sequence? Find the sum of all term of the sequence. എന്താണ് നമ്മളോട് പറഞ്ഞത്? 3-digit numbers ആണ്. അതുമാണ്. അതുപോലെ തന്നെ 7ന്റെ മൾട്ടിപ്പിളും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആ 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3-digit നമ്പേഴ്സിന്റെ ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കണം, ലാസ്റ്റ് ടേമും കണ്ടുപിടിക്കണം. അതുപോലെ എന്ത് കണ്ടുപിടിക്കാനുണ്ട്? നമ്മൾ എത്ര ടേമുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ അവിടെയുള്ള ടേംസിന്റെ സമ്മും കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? അങ്ങനെയാണ് ചെയ്തു തുടങ്ങിയാലോ? പറഞ്ഞേ. നമ്മുടെ ഈ 3-digit നമ്പർ എന്ന് പറയുമ്പം ആരാ? 100 മുതൽ 999 വരെയാണ് അല്ലേ? യെസ്. അപ്പം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 100 മുതൽ 999 വരെയാണ് 3-digit നമ്പർ എന്നറിയാം. ഇനി ആദ്യത്തെ 7ന്റെ മൾട്ടിപ്പിൾ ആയ 3-digit നമ്പർ നമുക്കറിയോ? ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 100 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യുക? ഈ 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്തിട്ട് 0 റിമൈൻഡർ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്? അത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 100 നോക്കിക്കേ, ഒരു 7 ആണ് അല്ലേ? യെസ്. ബാക്കി എന്തുണ്ട്? 3 ഉണ്ട്, 30. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇവിടെ എന്താ കിട്ടുക? 4 7 28. ബാക്കി എത്ര കിട്ടിയിട്ടുണ്ട്? 2 കിട്ടിയിട്ടുണ്ട്. അതായത് 100നെ കൊണ്ട് 7 ഡിവൈഡ് ചെയ്യുന്ന സമയത്തെ ഇവിടെ 2 ആട്ടോ. നമുക്ക് എത്ര റിമൈൻഡർ കിട്ടിയിട്ടുള്ളത്? 2 ആണ്. 2 കിട്ടിയിട്ട് കാര്യമുണ്ടോ? ബാക്കോട്ടേക്ക് പോകാൻ പറ്റുമോ? 2 കുറച്ച് വെക്കാൻ പറ്റുമോ? അതായത് 98 എടുക്കാൻ പറ്റുമോ? ഇല്ല. ഈ 2 ഇനിയെ 7 ആയി കഴിഞ്ഞാൽ റിമൈൻഡർ എത്ര ആയിട്ട് മാറും? 0 ആയിട്ട് മാറൂലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ഇതിലേക്ക് കൂട്ടി കൊടുക്കേണ്ടി വരും? ഒരു 5 കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ടേ? അതായത് 105 ആയിരിക്കൂലേ ആ 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ 3-digit നമ്പർ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. 105 കൊണ്ട് ചെയ്ത് നോക്കാം. 105 7 ഡിവൈഡ് ചെയ്യുന്നു. 10ൽ എത്ര 7 ഉള്ളത്? യെസ്, നമുക്കറിയാം. ഒരു 7 ബാക്കി എത്ര ഉണ്ട്? 3 35. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 5 7 35. അപ്പം 105 ആണ് ആദ്യത്തെ 7ന്റെ മൾട്ടിപ്പിൾ. ഇനി നമ്മൾ ആരെ ചെക്ക് ചെയ്യണം? ലാസ്റ്റ് ഡിജിറ്റ് ചെക്ക് ചെയ്യണം. 999 നമ്മൾ എന്ത് ചെയ്യുന്നു? 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്. 9ൽ എത്ര 7 ഉണ്ട്? ഒരു 7. ബാക്കി എത്രയാ? 29. 4 7 28. ബാക്കി എന്ത് വരും? 19. 2 7 എന്താണ്? 14 ആണ്. ഇവിടെ എത്ര റിമൈൻഡർ വന്നത്? 5 റിമൈൻഡർ വന്നു. അതായത് ഇവിടെ 999 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ 5 അധിക, അതായത് 7ന്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ ഇവിടെ എന്താണ്? 5 അധികം ഉണ്ട്. ഈ 5 അങ്ങ് കുറച്ചാൽ പോരെ? 5 കുറച്ചാൽ പോരെ? അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടിയിരുന്നു? ഇവിടെ ഒരു 2 കൂട്ടി കൊടുക്കേണ്ടിയിരുന്നു. കൂട്ടി കൊടുക്കുന്ന സമയത്ത് എന്തായിട്ട്? ആഡ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും? ഇത് 3-digit അല്ലാതെ 4-digit ആയി മാറും. ഇവിടെ ഒരു 5 എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ 5 അങ്ങ് കുറച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? 994 അല്ലേ? അതായത് ഈ സീക്വൻസിന്റെ x1 എന്ന് പറയുന്നത് ആരാ? 105 ആ. ഇതിന്റെ xn എന്ന് പറയുന്നത് ആരാ? 994 ആ. മനസ്സിലായോ? അപ്പം ഒരു നമ്പർ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 0 കിട്ടുമെങ്കിൽ അത് ആരാണ്? ആ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി മാറ്റി ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ യൂസ് ചെയ്യുക. ഇനി അടുത്തത് എന്താ? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കിട്ടിയിട്ടുണ്ട്. എത്ര ടേം ഉണ്ട് എന്നല്ലേ നമ്മളുടെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടേ? അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? xn - x1 ഡിവൈഡഡ് ബൈ d + 1 ഉപയോഗിക്കുക. xn - x1 ഡിവൈഡഡ് ബൈ d + 1. ആരാ xn? ലാസ്റ്റ് ടേം 994 മൈനസ് 105 ഡിവൈഡഡ് ബൈ 7 + 1 ചെയ്യാലോ. നമ്മൾ 994 105 കുറയ്ക്കാൻ പോവാ. കുറച്ചേ 14 4 5 കുറയ്ക്കാൻ പറ്റൂല. ഇവിടുന്ന് എടുക്കുന്നു. 14 5 കുറച്ചാൽ എത്രയാണടാ? 9 ആണ്. ഇവിടെ എത്ര വരും? 8 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 889 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 889 ഡിവൈഡഡ് ബൈ പറഞ്ഞേ
7 + 1 ആണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ 8, 8, 9നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? എത്രയാ? 8, 8, 9 ഡിവൈഡഡ് ബൈ 7. ഒരു 7, 7 വീണ്ടും 18 കിട്ടി. 18ലോ 2, 7, 18 സോറി 2, 7, 14. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയാ? 49. നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 7, 7, 49. അതായത് പറഞ്ഞേ 127 അല്ലേ കിട്ടിയത്? ഒന്നും കൂടിയും കൂട്ടണ്ടേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 128. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ടേമുകളാണുള്ളത്? 128 ടേമുകൾ ഉണ്ട് അല്ലേ? അതായത് നമ്മളുടെ അരിത്തമെറ്റിക് സീക്വൻസ്, ഈ അരിത്തമെറ്റിക് സീക്വൻസ് 7ന്റെ മൾട്ടിപ്ലായ 3 ഡിജിറ്റ് നമ്പേഴ്സും ആണ്. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 105 മുതൽ 994 വരെയാണ്. അതിൻ്റെ ഇടയിൽ എത്ര ടേംസുകൾ ഉണ്ട്? യെസ്, 128 ആ. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫൈൻഡ് ദ സം ഓഫ് ഓൾ ടേം ഓഫ് ദ സീക്വൻസ്. അതായത് നമ്മളുടെ 105 മുതൽ 994 വരെയുള്ള ആൾക്കാർ എന്ത് കാണുക? സമ്മ് കാണുക. എങ്ങനെ കാണുക? SN = n/2 × xn + x1 അല്ലേ? ഇവിടെ ആരെങ്കിലും അറിയാത്തതുണ്ടോ? നമ്മൾ എത്ര ടേമുകളാ കാണുന്നത്? 128 ആ. yes, 128. ഇവിടെ എന്ത് എഴുതുന്നു? 128 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു xn-ന് പകരം ആരെ കൊടുക്കണം? xn ആരാണടാ? xn എന്ന് പറയുന്നത് 994 ആണ്. x1 എന്ന് പറയുന്നത് ആരാ? 105 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണ്ടേ? 994 + 105 എത്ര കിട്ടും? 9, 9 ഇത്ര കിട്ടിയില്ലേ? യെസ്, 994 അതുപോലെ തന്നെ 105 നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 1999. 128 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1999. ഇത്രയും ഓക്കെ ആണോ? യെസ്, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ 128ഉം 2ഉം കട്ട് ചെയ്താൽ എത്ര കിട്ടുക? 64 ഇൻറ്റു 1999. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തുകൂടെ? മൾട്ടിപ്ലൈ ചെയ്യാതെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. എന്ത് ചെയ്യാം? 64 ഇൻറ്റു 1999 ചെയ്യാലോ? 4, 9, 36 ബാക്കി 3. 4, 9 വീണ്ടും 36, 3, 39, 3. 4, 0 അവിടെ 3 കൊടുക്കുന്നു. 4, 1. ഇനി 6, 9, 54 ബാക്കി 5. 6, 9, 54, 5, 59 ബാക്കി. ഓക്കെ, 5 എഴുതുന്നു, 6 എഴുതുന്നു. നോക്കിക്കേ, 6, 9, 4 എത്രയാ? 13. ബാക്കി 1 ഇവിടെ എത്ര ഉണ്ട്? 4, 9 എത്ര? വീണ്ടും 13. ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട്? നോക്കിക്കേ, നമുക്ക് എത്ര ഉത്തരം കിട്ടുന്നത്? 70,336. അതായത് ഇവിടെയുള്ള 128 ടേമുകളുടെ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 70,336 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര സമാന്തര ശ്രേണിയിലും ബീജഗണിത രൂപത്തിലും നമ്മളുടെ ചാപ്റ്റർ കവർ ചെയ്തുകൊണ്ട് എല്ലാ ടോപ്പിക്കും ടച്ച് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ചെയ്തു. ഇത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ്ലി ഓക്കെ ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.